അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് വേദനയല്ല, എന്നെ വളർത്തിയല്ലോ എന്നുള്ള, എന്നെ വളർത്തിത്തന്ന അദ്ദേഹത്തിന് ഞാൻ സ്മരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അല്ലാണ്ട് അദ്ദേഹത്തിനോടൊരു വേദനയില്ല എനിക്ക്. പക്ഷെ ആ സമയത്ത് വേദന ഉണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ട് ഞാൻ. കച്ചേരി 3 വർഷം 4 വർഷം കൊണ്ട് കച്ചേരി പഠിച്ചു തീർക്കേണ്ടത് 3 വർഷം കൊണ്ട് തീർത്തപ്പോൾ അവിടെ നിന്നൊരു ചെറിയ ഗോൾഡ് മെഡൽ കിട്ടും നല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റിന്. അതുപോലും നിർത്തിയതിന് കാരണക്കാരൻ അദ്ദേഹമാണെന്നുള്ളത് പിന്നെ ഞാൻ അറിഞ്ഞു. വേണ്ട, ഗോൾഡ് മെഡൽ വേണ്ട. പക്ഷേ കച്ചേരി ജയിക്കാൻ ഒരു പദ്ധതിയുണ്ട് അവിടെ. നല്ലൊരു സ്റ്റുഡൻറ്റിനെ അവിടെ കച്ചേരി ചെയ്യിപ്പിക്കാറുണ്ട്. ആ കച്ചേരി ജയിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാവരെയും പോയി വണങ്ങിയപ്പോഴും ഇദ്ദേഹം അപ്പോഴും പറഞ്ഞത്, പോയി പാട്, ഇങ്ങനെ. ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോഴും എനിക്ക് ഇതാണല്ലോ തന്നതെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെടുകയാണ് ഞാൻ. കാരണം ഫീസ് കൊടുക്കണമെങ്കിൽ വിഷമം, അച്ഛന് സുഖമില്ല, വീട്ടിൽ ഭക്ഷണമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയ്ക്ക് വേദനിച്ചുണ്ടാക്കിയ സംഗീതമാണിത്. ഇതങ്ങനെ എടുത്ത് കറയാനുള്ള ഗീതം. ഇപ്പോൾ നിങ്ങൾ ഗന്ധർവെന്നോ മറ്റതെന്നോ മറിച്ചതെന്നോ ഒക്കെ പറയുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഓരോ നിമിഷവും ചിന്തിക്കുന്നത് എൻ്റെ ആ അനുഭവങ്ങൾ. അതൊരിക്കലും എനിക്ക് കിട്ടിയിട്ടുള്ള ടൈറ്റിൽസ് അതാണ്. 5 രൂപ ഫീസ് കൊടുക്കാൻ വിഷമം, എൻ്റെ അച്ഛൻ്റെ രോഗം, എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട്, എൻ്റെ അനിയന്മാരെ ഞാൻ എങ്ങനെ എന്നെ സ്നേഹിച്ച് മുൻപോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, ഇതെല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മൾ മറന്നു ഒരു നിമിഷം കൊണ്ട്. അതേ പിടിക്കണം. മറ്റതൊക്കെ മായയായിട്ട് വിചാരിച്ചാൽ മതി. ഇത് നമ്മുടെ ഉറപ്പായ സ്റ്റെപ്സാണ്. അതേ കയറി ചവിട്ടിയാൽ മതി. മറ്റേതിപ്പോൾ ചവിട്ടിയാൽ പോക്കാണ്. അപ്പോൾ അത് ഇപ്പം പാടിയതിൽ എന്താ ഒന്നുകൂടി പാടും.